ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് BR റാങ്ക്ഡ് ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇനി അടുത്ത പറയാൻ പോകുന്ന ഡയലോഗ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് ചെയ്തേക്കണേ. വേറൊന്നുമല്ല, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇൻസ്റ്റ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയണ്ടല്ലോ, നേരെ വീഡിയോയിലോട്ട് പോവില്ലേ? എന്നാൽ ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ കളിക്കാനായിട്ട് റെയർലെസ്സും ഉണ്ട്. കുറേ പേർക്കുള്ള സംശയമാണ്, റെയർലെസ് ആരാണ് റെയർലെസ്? ആരായിരിക്കും റെയർലെസ്? ഒന്ന് ഊഹിച്ച് നോക്ക്. ഞാൻ എന്തായാലും ഒരു വീഡിയോയിൽ റെയർലെസ് ആരാണെന്ന് പറയുന്നതായിരിക്കും. നിങ്ങൾ ഊഹിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം ഏതായാലും. ഓക്കെ, അങ്ങനെ ഞങ്ങളിതേ ഫാക്ടറിയിൽ വന്ന് ഇറങ്ങിയേക്കുവാണ്. ഫാക്ടറിയിൽ വന്ന് ഇറങ്ങാമെന്നുള്ളത് റെയർലെസ്സിൻ്റെ മാത്രം അഭിപ്രായമായിരുന്നു. ഫാക്ടറിയിൽ വന്ന് ക്യാമ്പ് ചെയ്യാം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഞാൻ നൈസായിട്ട് താഴത്തോട്ട് ചാടി. ഗണ്ണൊക്കെ എടുത്ത് വലിയ പ്രോ പ്ലെയർ ആണല്ലോ, അതുകൊണ്ട് ക്യാമ്പ് ചെയ്യുന്നതൊന്നും നമുക്ക് പറ്റിയ കാര്യമൊന്നും അല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വേഗം ഗണ്ണും കാര്യങ്ങളും എല്ലാം എടുത്ത് സെറ്റാക്കാൻ വേണ്ടി നോക്കുവാണ്. വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് ആദ്യം പോയി നോക്കായാലുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്നെ കള്ളിയാക്കി കൊല്ലും. അതുകൊണ്ട് ഞാൻ ഗണ്ണൊക്കെ എടുത്ത് അത്യാവശ്യം എനിമീസിനെയൊക്കെ ഡാമേജൊക്കെ കൊടുത്ത് നോക്കിയാനും കില്ലെടുക്കാനും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുത്തരെ നമ്മൾ നോക്ക് ചെയ്തിട്ടിട്ടുണ്ട്, രണ്ടാമത്തവനെ നമ്മൾ നോക്ക് ചെയ്തു. പിന്നെ ആ നോക്കങ്ങ് ഫിനിഷ് ചെയ്തു. മറ്റവൻ്റെ പുറകെ പോയി ഇനി നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇനി അവൻ്റെ ടീമേറ്റ് എങ്ങാനും വന്ന് എന്നെ ഫിനിഷ് ചെയ്യുമോ എന്നുള്ളൊരു പേടി എൻ്റെ ഉള്ളിൽ കിടക്കുന്നുള്ളത് കൊണ്ടും നമ്മുടെ ഗണ്ണൊന്നും അത്രയ്ക്കൊരു പവർഫുൾ എന്നല്ല, നമുക്ക് ഷോർട്ട് റേഞ്ച് ഗൺ അങ്ങനെ ഇല്ലാത്തത് കൊണ്ടും ഞാൻ വെറുതെ റിസ്ക് എടുക്കാനായിട്ട് പോയില്ല. ഓക്കെ, അതും റിവൈവ് ആവുകയാണെങ്കിൽ റിവൈവ് ആവട്ടെ, ഒരു നോക്കല്ലേ, ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ നടന്നിരുന്നത്. അങ്ങനെ ഗണ്ണും കാര്യങ്ങളും എല്ലാം സെറ്റാക്കാനായിട്ട് നോക്കുവാണ്. നമ്മൾ നേരത്തെ നോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത ആളുടെ ലൂട്ട് ബോക്സിൽ നിന്ന് നമ്മൾ ഗണ്ണൊക്കെ എടുത്ത് ഒരു ഷോർട്ട് റേഞ്ച് ഗണ്ണൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ നോക്ക് ചെയ്ത ആൾ പോയി ഡെഡ് ആയിട്ടുണ്ട്. ഇപ്പോഴാണ് ഗൈസ് ഒരു ആശ്വാസമായത്. നമ്മളിങ്ങനെ നോക്ക് എടുത്തു കഴിഞ്ഞാൽ അത് റിവൈവ് ആയി പോകുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ പോലെ തോന്നും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഞാൻ നോക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ഫിനിഷ് ചെയ്യണം. എനിക്ക് വെച്ചുകൊണ്ടിരിക്കുന്നതും ഇഷ്ടമല്ല, ഞാനങ്ങനെ വെച്ചുകൊണ്ടിരുന്ന റിസ്ക് എടുക്കാറുമില്ല. അപ്പോൾ തന്നെ ഫിനിഷ് ചെയ്യലാണ് പൊതുവേ ഉള്ള പതിവ്. നിങ്ങൾക്കറിയാമല്ലോ, അത് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് എനിക്കും അറിയാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റെയർലെസ് ഒന്ന് ചെറുതായിട്ട് പോയി നോക്കായിരുന്നു. പിന്നെ അടുത്ത ടാസ്ക് എനിക്കുള്ളതാണല്ലോ, എന്നെ റിവൈവ് ചെയ്യ്. പിന്നെ അവിടുന്ന് ഇവിടുന്നും കണ്ട ടോക്കൺസൊക്കെ കളക്ട് ചെയ്ത് അവസാനം റിവൈവ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഒരുത്തനെ റിവൈവ് ചെയ്യാനായിട്ട് നോക്കി നിൽക്കുന്ന പോലെയായിരുന്നു. അടുത്തവൻ പോയി നോക്കായിട്ടുണ്ട്. ഇനി അവനെയും കൂടെ റിവൈവ് ചെയ്ത് വിടണം. യാതൊരു പരിചയമില്ല, മലയാളിയാണോ ബംഗാളിയാണോ അതോ ഇനി ഏത് കാളിയാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ റിവൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം ടീംമേറ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെ റിവൈവ് ചെയ്ത് വിട്ടിട്ടുണ്ട്. കാരണം ടീംമേറ്റായിട്ട് കളിക്കുമ്പോൾ നമ്മളെല്ലാവരും റിവൈവ് ചെയ്ത് വിടണം. ഒരാൾ നോക്കായി ഔട്ടായി കഴിഞ്ഞാൽ നമ്മുടെ എൻ്റയർ ടീമിനെ അത് ബാധിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്രയ്ക്കും പ്രോ പ്ലെയേഴ്സ് ആയിരിക്കണം. എൻ്റെ അവസ്ഥ അറിയാമല്ലോ, എന്നെക്കൊണ്ട് ഇനിയും പറയിപ്പിക്കേണ്ട ദാരുണമാണ് ഗൈസ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ എൻ്റെ കൺമുമ്പിൽ വെച്ച് എൻ്റെ ടീംമേറ്റിനെ നോക്ക് ചെയ്തു. പിന്നെ ബാക്കിൽ നിന്ന് ചെന്ന് അവനെ അടിച്ച് അവസാനം നമ്മുടെ ടീംമേറ്റിനെ റിവൈവ് ചെയ്തിട്ട് അവനെ ഫിനിഷ് ചെയ്ത് അവൻ്റെ ലൂട്ട് ബോക്സിൽ നിന്ന് ലൂട്ടും എടുത്തിട്ട് ഞാൻ നൈസായിട്ട് എസ്കേപ്പ് ആയി ഗൈസ്. കാരണം അവിടുന്ന് അവിടെ ഇവിടെയൊക്കെ ഡാമേജ് ചെയ്യുന്ന ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എവിടെടാ എനിമിയെന്നും പറഞ്ഞ് ഞാൻ നോക്കാൻ ചെന്നാൽ എനിമിനെ ഒന്നും കാണുന്നില്ല. പിന്നെ ഇങ്ങനെ കുത്തിയിരിക്കുന്നത് ശരിയല്ല, ബാക്കിൽ നിന്നെങ്ങാനും അടി വന്നു കഴിഞ്ഞാൽ ഇനി അതുമായി വെറുതെ എന്നാത്തിന് നമ്മുടെ ടീംമേറ്റിനെയൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ നോക്കാവാതെ നോക്കുന്നതാണല്ലോ നല്ലത്. അങ്ങനെ ഞാൻ എന്തോ ഒരു സാധനം കയറി ഇത് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ നല്ലതാണെന്ന് പറയാം അല്ലേ, തരക്കേടില്ല. എനിക്കങ്ങനെയാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. എൻ്റെ കയ്യിലെ ടോക്കൺ മൊത്തം തീർത്താലേ എൻ്റെ ടീംമേറ്റ്സിന് സമാധാനം ആവുള്ളൂ എന്നാണ് തോന്നുന്നത്. അടുത്തവൻ പോയി നോക്കായിട്ടുണ്ട്. അവനെ ആരെങ്കിലുമൊക്കെ ഒന്ന് റിവൈവ് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ നമ്മുടെ ടീംമേറ്റ് അവസാനം റിവൈവ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും ബാക്കിൽ നിന്ന് ഡാമേജ് ചെയ്യുന്ന ഒച്ച കേട്ടു. എനിക്കടി കൊള്ളല്ലേ എന്ന് വിചാരിച്ച് കവർ എടുക്കാൻ വേഗം നോടിയതാ. പക്ഷേ എനിക്കടി കൊണ്ടു ഗൈസ്. അടിച്ച സ്ഥിതിക്ക് ഇനിയും നമ്മൾ വെറുതെ വിടുന്ന പ്രശ്നമില്ല. എവിടെ എനിമിയെന്നും പറഞ്ഞ് നോക്കിയപ്പോൾ അവൻ എൻ്റെ തൊട്ട് പുറകെ നിൽക്കുന്നു. പിന്നെ അവിടുന്ന് ഇവിടുന്നും ഒക്കെ കുറച്ച് ഡാമേജ് കൊടുത്ത് കുത്തിപ്പിടിക്കാൻ നോക്കുന്നുണ്ട്. അവസാനം കുത്തിപ്പിടിക്കുന്നത് ദൈവം സഹായിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവനെ നോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടീമേറ്റ് അത് ഫിനിഷ് ചെയ്തു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ലൂട്ടൊക്കെ എടുത്ത് സെറ്റാക്കുവാണ്. ഇവിടെ അത്യാവശ്യം കുറച്ചധികം എനിമീസ് ഉണ്ടെന്ന് തോന്നുന്നു. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്, ഡാമേജ് ചെയ്യുന്നതിൻ്റെ ഗണ്ണ് വെച്ചിട്ട് അടിക്കുന്നതിൻ്റെയൊക്കെ. പിന്നെ ഞാൻ തല കണ്ടടിക്കാൻ നോക്കിയതാണ്, പക്ഷേ അത് നടന്നില്ല. നമ്മൾ അങ്ങോട്ട് പോകുന്നത് റിസ്ക് ആണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു, അരുത് നീ പോകരുതെന്ന്. എന്നിട്ട് ഞാൻ പോയി. പക്ഷേ ടീമേറ്റ് എന്ന് എനിമിയെ കാണാനില്ല. അപ്പം എനിക്ക് ചെറിയ ടെൻഷനായി. ദൈവമേ, ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും എല്ലായിടത്തുനിന്നും ഓടി വരും. തീർന്നു, കഥം, എൻ്റെ കാര്യം കഴിഞ്ഞു എന്ന് ഞാനിങ്ങനെ വിചാരിച്ചാണ്. മേളിലും എനിമിയുണ്ട് ഗൈസ്. അപ്പോൾ ഞാനിവിടെ നൈസായിട്ട് കവറെടുത്ത് ബാക്കിലോട്ട് നോക്കുന്നുണ്ട്. അവിടെ കണ്ട ആളെപ്പോൾ വന്ന് അടിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. മേളിൽ പേടിച്ച് ഒളിച്ചിരുന്ന് കളിക്കുന്നു. ധൈര്യം കൊണ്ട് ഇറങ്ങി വാടാഹേ എന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട്. പക്ഷെ അവന് കേൾക്കുന്നില്ല. അയ്യോ, വെറുതെ വിളിക്കണ്ടായിരുന്നു. ഇപ്പം എങ്ങനെ ഇരിക്കണ്?
വിളിച്ചാൽ ഉടനെ ഇറങ്ങി വരാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നെന്ന് തോന്നുന്നു. ഞാനങ്ങനെ ഇവിടെ ഇരുന്ന് പലതും പറയും. അത് കേട്ട് അവിടെങ്ങാനും ഇരുന്നാൽ പോരെ, എന്തിനാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത്? പിന്നെ എന്തോ ഭാഗ്യത്തിന് അവനെ അടിച്ച് നോക്ക് ചെയ്ത് അവൻ എന്നെ നോക്ക് ചെയ്ത് ഗൈസ്. പിന്നെ നമ്മുടെ ടീംമേറ്റ് വേഗം തന്നെ വന്ന് എന്നെ റിവൈവ് ചെയ്തുകൊണ്ട് ഞാൻ തലനാഴിഴയ്ക്ക് രക്ഷപ്പെട്ടു. അവനെ എന്നിട്ട് വേഗം ഫിനിഷ് ചെയ്യുകയും ചെയ്തു. ഇനിയും മെഡിക്കിറ്റ് യൂസ് ചെയ്യണം. അവിടെ എനിമിയുണ്ട്. അവിടുത്തെ എനിമി നമ്മുടെ ടീംമേറ്റിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തുവായി കാണിച്ചത്? ഞാൻ ഇതിങ്ങനെ കാണിക്കാൻ ഉദ്ദേശിച്ചല്ല. പിന്നെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് പറ്റിപ്പോയതാണ്. ഒരൊറ്റ അടിയും കൂടെ കൊടുത്തിരുന്നെങ്കിൽ അവൻ ചിലപ്പോൾ നോക്കായേനെ. എൻ്റെ ഹെൽത്ത് നന്നായിട്ട് ഡൗൺ ആകുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടും ഒരൊറ്റ അടിയും കൂടെ കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം കാരണം പിടിച്ചു നിൽക്കാൻ നോക്കിയതാണ് ഗൈസ്. പക്ഷേ അതിങ്ങനെയായി. ഇനിയിപ്പോൾ 2 പേരേ ഉള്ളൂ. ഞങ്ങൾ 2 പേരും നോക്കായി. ഇവർ ഞങ്ങളെ റിവൈവ് ചെയ്യേണ്ടതാണ്. ഞങ്ങളെ റിവൈവ് ചെയ്തില്ലെങ്കിലും എന്നെ റിവൈവ് ചെയ്യേണ്ട. കാരണം ഞാൻ നമ്മുടെ ടീംമേറ്റ്സിനെ എല്ലാവരും റിവൈവ് ചെയ്ത് വിട്ടിട്ടുണ്ട്. വേറെ ആരൊക്കെ റിവൈവ് ചെയ്തില്ലെങ്കിലും ഞാൻ ഇപ്പോൾ സ്പെക്ക് അടിക്കുന്ന ഈ മുതൽ എന്നെ റിവൈവ് ചെയ്തേ പറ്റുള്ളൂ. കാരണം എത്ര വട്ടം പോയി നോക്കായാലും ഞാൻ മാത്രമേ അവനെ റിവൈവ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തിരിച്ചും ആ ഒരു റിവൈവൽ ഇത് വേണമല്ലോ. ഇവർ റിവൈവ് ചെയ്യാൻ പോയതാണെന്ന് തോന്നുന്നു. നേരെ ചെന്ന് ആടിയത് എനിമിയുടെ വായിലോട്ട്. പിന്നെ എന്തോ ഭാഗ്യത്തിന് അവൻ തന്നെ നോക്ക് ചെയ്ത് അതങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഉള്ള എനിമി എല്ലാം കൂടി ഇങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. എന്തായാലും അവൻ നോക്കാവുമെന്ന് ഞാൻ വിചാരിച്ചാണ്. ടീംമേറ്റ്സിനെ തൊട്ടാൽ ബാക്കി ടീം വെറുതെ ഇരിക്കത്തില്ലല്ലോ, അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഏതായാലും റയർലെസ് കറക്റ്റ് സമയത്ത് അവിടെ നിന്ന് ഇറങ്ങിയത് നന്നായി. വേറൊന്നും കൊണ്ടല്ല. അയ്യോ, നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. റയർലെസ് ഭയങ്കര പ്രോ പ്ലെയർ ആയതുകൊണ്ട് ആ എനിമീസിനെ ഫുൾ ഫിനിഷ് ചെയ്ത് ആ ഒരു ടീം വൈപ്പ് ചെയ്തേനെ. പിന്നെ അവർക്ക് അവരുടെ ടീംമേറ്റിനെ തൊട്ട് റിവൈവ് ചെയ്യാനും പറ്റത്തില്ല. ടീംമേറ്റിനെ തൊട്ടതിൻ്റെ പേരിൽ കയറി വന്ന് മാസ് ഇറക്കാൻ നോക്കിയത് നടക്കാതെയും പോവും. അവർക്ക് സങ്കടമായേനെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അവരുടെ ഭാഗ്യത്തിന് റയർലെസ് അങ്ങ് ഇറങ്ങിയത് നന്നായി എന്ന്. നിങ്ങൾ ആവശ്യമില്ലാത്ത ഓരോന്നും ചിന്തിച്ച് വെറുതെ റയർലെസിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് തല്ല് മേടിച്ച് തരരുത് ഗൈസ്. ഞാൻ ഇത് മാത്രമാണ് ഉദ്ദേശിച്ചത്. സത്യമായിട്ടും ഇതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പോൾ റയർലെസ് വേണ്ട നമ്മളെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. റയർലെസിൻ്റെ ഈ ഓട്ടം കണ്ടിട്ട് എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം ചെന്ന് ചാടുന്നത് മിക്കവാറും എനിമിയുടെ വായിലോട്ടായിരിക്കും. കാരണം പോകുന്ന സ്ഥലം കണ്ടില്ലേ, ക്ലോക്ക് ടവർ. സോൺ പതുക്കെ ഷ്രിങ്കായി വരുന്നുണ്ട്. അത്യാവശ്യം എനിമീസ് കാണാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. പോകരുതുണ്ണി അരുതുണ്ണി എന്നൊരു 10,000 വട്ടത്തിൽ കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ വാക്ക് ധിക്കരിച്ച് ഞാൻ പറയുന്നത് കേൾക്കാതെ പോവുകയാണ് ഗൈസ്. അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും നമ്മുടെ ടീംമേറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു 2 പേരുണ്ടായിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. നമുക്ക് റയർലെസ് ചെയ്യുന്നത് മാസാണെന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യാമായിരുന്നു. അവനെ സപ്പോർട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ ഈ ഒരാൾ വെച്ചിട്ട് ഒറ്റയാൾ പോരാട്ടത്തിൽ ഇങ്ങനൊരു റിസ്ക് എടുക്കണമായിരുന്നോ എന്ന് ഞാൻ നല്ല രീതിയിൽ സംശയിച്ചിരുന്നു ഗൈസ്. ഞാൻ പറഞ്ഞോ, ചെന്ന് ചാടുന്നത് എനിമിയുടെ വായിലോട്ടായിരിക്കുമെന്ന്. ഇവൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. സ്ഥിരം കണ്ട് എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. അതുകൊണ്ടാണ് ആ ഓട്ടം കണ്ടപ്പോഴേ ഞാൻ പേടിച്ചത്. ഇപ്പം എങ്ങനെ ഇരിക്കണ്? എൻ്റെ സംശയം തെറ്റിയില്ല. ഇതാദ്യമേ ചെയ്താൽ മതിയായിരുന്നു. വെറുതെ അവിടെ വരെ പോയി അവസാനം റിവൈവ് ചെയ്യാൻ പറ്റുമോ അതുമില്ല. എനിമി കാണുകയും ചെയ്തു, കുറേ ഡാമേജും കിട്ടി. ഇനിയിപ്പോൾ മെഡിക്കിറ്റ് യൂസ് ചെയ്യണം, ഇരട്ടി പണിയായി. ആദ്യമേ തന്നെ വേറെ എവിടെയെങ്കിലും പോയി അധികം എനിമീസ് ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി റിവൈവ് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഞങ്ങളിപ്പോൾ റിവൈവ് ചെയ്ത് ഒരു 2-3 എനിമീനെങ്കിലും ഫിനിഷ് ചെയ്തേനെ. എൻ്റെ ടീംമേറ്റ് ഫിനിഷ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഫിനിഷ് ചെയ്തേനെ. ഇതിപ്പം വെറുതെ എൻ്റെ സമയം കളയാനായിട്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും റയർലെസ് റിവൈവ് ചെയ്യാതിരിക്കത്തില്ല അല്ലേ? റയർലെസ്സിന് ജീവനുണ്ടെങ്കിൽ, റയർലെസ്സിൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ റയർലെസ് നമ്മളെ റിവൈവ് ചെയ്യും. പക്ഷേ എനിമീസും കൂടെ വിചാരിക്കണം അവനെ ഒന്ന് നോക്ക് ചെയ്യാതിരിക്കാനേ. ഇനി നോക്കില്ല, ഡയറക്റ്റ് അങ്ങ് ഫിനിഷ് ആവത്തേ ഉള്ളൂ. സോണും ഷ്രിങ്കായി വരുന്നുണ്ട്. ഇവനെന്നാലും എന്തിനായിരിക്കും ഈ ക്ലോക്ക് ടവറിൽ തന്നെ കിടന്ന് കറങ്ങുന്നത്? എനിക്ക് എത്ര അങ്ങോട്ട് ചിന്തിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഇവൻ അത്രയ്ക്ക് ഈ ക്ലോക്ക് ടവർ ഇഷ്ടമാണെങ്കിൽ ഇവൻ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തോ, യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഇപ്പം തന്നെ വേണോടാ, ഒന്ന് രക്ഷപ്പെട്, ഞങ്ങളെ എന്നിട്ട് രക്ഷപ്പെടുത്ത്. സോണാണെങ്കിൽ ഷ്രിങ്കായി വരുന്നുണ്ടായിരുന്നു. സോൺ പിടിക്കാൻ വേണ്ടിയിട്ട് അവസാനം ഓടുവാണ്. ഇനി ഇവനെന്തെങ്കിലും കുഴപ്പം പറ്റിയതാണോ അതോ എൻ്റെ ബുദ്ധിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയതാണോ? ഇവൻ്റെ ബുദ്ധി വിമാനം തന്നെ. അങ്ങനെ എന്തായാലും റയർലെസ് സോൺ പിടിച്ചിട്ടുണ്ട്. എന്തോ ഭാഗ്യം എന്ന് വെച്ചാൽ അവൻ്റെ ഭാഗ്യമല്ല, ഞങ്ങൾ ടീംമേറ്റ്സിൻ്റെ ഭാഗ്യം. അല്ലെങ്കിൽ എത്ര നേരം ഇവനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. തോറ്റാലും കുഴപ്പമില്ലായിരുന്നു. ഇവൻ ഈ കാണിക്കുന്നത് കണ്ട് എനിക്ക് കമൻട്രി പറയാൻ വയ്യ ഗൈസ്. ചങ്ക് പൊട്ടുന്ന വേദനയിലാണ് ഞാൻ ഈ കമൻട്രി പറയുന്നത്. ഞാൻ ഒരു നിമിഷത്തേക്ക് ആലോചിക്കുമായിരുന്നു ഈ ഒരു കമൻട്രി കേൾക്കുന്ന റയർലെസ്സിൻ്റെ അവസ്ഥ, അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ അവസ്ഥയും. ചിന്തിക്കാൻ കൂടെ വയ്യ. ഇത്രയൊക്കെ ആ പാവത്തിനായിട്ട് ഊക്കിയ സ്ഥിതിക്ക് ഇനി കുറച്ച് സത്യസന്ധമായ കാര്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം ഗൈസ്. എനിക്ക് സത്യം പറഞ്ഞാൽ റയർലെസ്സിൻ്റെ കൂടെ കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. റയർലെസ്സിൻ്റെ കൂടെ കളിക്കുന്ന ഗെയിംസിൽ ഇതുപോലെ കമൻട്രി പറയാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പ്രത്യേകിച്ച് അങ്ങനെ വീഡിയോ റിപ്പീറ്റ് ആയിട്ടിരുന്ന് കാണും. ഞാൻ നോർമലി അങ്ങനെ വീഡിയോ റിപ്പീറ്റ് ആയിട്ടിരുന്ന് കാണാറില്ല. ഓൺ ദ സ്പോട്ട് പറയുന്ന കാര്യങ്ങളാണ് മിക്കതും. പിന്നെ ചില സമയത്ത് പറയുമ്പോൾ നമ്മുടെ ഈ നാക്കുളുക്കുമല്ലോ, കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ വരും ഇങ്ങനെ കണ്ടിന്യൂസ് ഇരുന്ന് പറയുമ്പോൾ.
അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമാണ് ആ റെക്കോർഡ് ചെയ്ത വോയിസ് അത്രയും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ റെക്കോർഡ് ചെയ്യുന്നത്. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ ഇരുന്ന് പറയുമായിരിക്കും ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിർത്തും, അതുണ്ട്. അതല്ലാതെ റിപ്പീറ്റ് അടിക്കുന്ന ഒരു സംഭവമേ എൻ്റെ ഇതിലില്ല. റെയർലെസ്സിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ അതിൻ്റെ ഒട്ടും ആവശ്യമില്ല. എന്ന് വെച്ചാൽ എനിക്ക് ചിന്തിക്കുക പോലും വേണ്ട നെക്സ്റ്റ് എന്താണ് പറയുന്നത്. എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. അതിപ്പം വീഡിയോ കാണണമെന്നൊന്നുമില്ല. റെയർലെസ്സിനാകുമ്പോൾ ഇങ്ങനത്തെ ഒരു കമൻട്രി പറയാനായിട്ട് എവിടെയെങ്കിലും ഒരു അവസരം ഉണ്ടാവും. അങ്ങനെ ഒരു ഇതെനിക്ക് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ കളിക്കുന്നതിലും വേറെ ടീംസിൻ്റെ ഒപ്പം എനിക്ക് കളിക്കുന്നതിലും ഏറ്റവും ഇഷ്ടം റെയർലെസ്സിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം അടി ഉണ്ടാക്കും, വഴക്ക് കേൾക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഞങ്ങൾ എന്ത് പൊട്ടത്തരമാണ് കാണിക്കുന്നത്, ഇങ്ങനല്ല അങ്ങനെ എന്നിങ്ങനെ പല ഡയലോഗ്സ് കേട്ടിട്ടായിരിക്കും കളിക്കുന്നത്. ഞാനും റെയർലെസ്സും കൂടെ ഒരുമിച്ച് കളിക്കുന്ന ഒരു മാച്ച് ഞങ്ങൾ മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടായിരിക്കും കളിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞ പോലെ ചിരിക്കാൻ കുറേ എലമെൻറ്റ്സ് ഉണ്ടാവും, അടി ഉണ്ടാക്കാനായിട്ട് കുറേ എലമെൻറ്റ്സ് ഉണ്ടാവും. അങ്ങനെ പല എലമെൻറ്റ്സിലൂടെയാണ് ഞങ്ങൾ ഒരു ഗെയിം കളിക്കുന്നത്. പിന്നെ ഒരുമിച്ചിരുന്ന് റാങ്ക് പുഷ് ചെയ്യാനായിട്ട് നോക്കാനാണെങ്കിൽ എനിക്ക് CS കളിക്കണമെന്നാണെങ്കിൽ റെയർലെസ്സിന് BR കളിക്കണമെന്നായിരിക്കും. അവിടെ തന്നെ ഒരു അടി കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ കളിക്കാനായിട്ട് കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പക മനസ്സിലുണ്ടാവും. അത് ഗെയിമിൽ സ്വാഭാവികമായിട്ട് കാണിക്കുകയും ചെയ്യും. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും റിവൈവ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എല്ലാം മറന്ന് റിവൈവ് ചെയ്യാറുണ്ട്. പിന്നെ ഇതൊക്കെ ഒരു രസമല്ലേ. ഇത്രയൊക്കെ കേട്ടിട്ട് എനിക്ക് റെയർലെസ് ആരാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കേ. ഇത് നമ്മുടെ വിജയം ഗൈസ്. അവസാനം റെയർലെസ് നമ്മളെ റിവൈവ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇതേ ഗണ്ണും പിടിച്ച് മുകളിൽ വന്നിരിപ്പുണ്ട്. കാരണം സോൺ ഷ്രിങ്കായി വരുന്ന അനുസരിച്ച് ഇവിടെ നിൽക്കുന്ന സേഫ് അല്ല, കാരണം നമ്മളെയും സോൺ ചതിക്കും. പക്ഷേ എന്നാലും സോൺ ഷ്രിങ്കായി വരുന്ന അനുസരിച്ച് എനിമീസ് കയറി വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം മേളിൽ നിന്ന് ഡാമേജൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഒരു മണ്ടത്തരവും ഉണ്ട്. കാരണം ഈ ഒരു ഷോർട്ട് റേഞ്ച് ഗൺ വെച്ചിട്ട് എത്ര ലോങ്ങിൽ കളിക്കാനാണ് ഞാൻ. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടായാലോ എന്നൊരു വിചാരം. പിന്നെ എൻ്റെ അടുത്തോട്ട് വരാൻ നോക്കിയ റെയർലെസ്സിനെ എനിമി ഇതേണ്ട ഡാമേജ് ചെയ്ത് നോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അവിടെ പോയി അവനെ റിവൈവ് ചെയ്യാനോ എനിക്ക് പറ്റത്തില്ല. അതുകൂടാതെ നമ്മുടെ റിവൈവൽ സോൺ യൂസ് ചെയ്തിട്ടോ കാർഡ് യൂസ് ചെയ്തിട്ടോ റിവൈവ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. കാരണം സോൺ പതുക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഷ്രിങ്കായി വരുന്നുണ്ട്. നമ്മുടെ കാർഡുള്ള സ്ഥലം എല്ലാം അത് പൂട്ടിക്കെട്ടാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഇത്രയും ടോക്കൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. താഴത്തോട്ട് ഞാൻ ഇറങ്ങാൻ വേണ്ടി നോക്കി നിൽക്കുവാണ് എനിമീസ് എന്നെ അകത്താക്കാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ എന്തോ ഭാഗ്യത്തിന് ഇങ്ങനെ തലനാഴിലേക്ക് രക്ഷപ്പെട്ട് പോരുവാണ്. അവസാനം ഒരു എനിമിയെ കണ്ട് കുറച്ച് ഡാമേജ് ഒക്കെ കൊടുത്തു. വെറുതെ ഞാൻ ചാവാൻ വേണ്ടി തന്നെ പോവുകയാണ്. അങ്ങനെ ചെന്ന് അവസാനം നോക്കായിട്ടുണ്ട്. ഞാൻ എന്താണ് നോക്കാവാത്തതെന്ന് വിചാരിക്കുമായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ നോക്കായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടീമേറ്റും കറക്റ്റ് സമയത്ത് നോക്കായി. അങ്ങനെ ഫിനിഷായി. അപ്പോൾ ബൈ.